ഹലോ ഗുഡ് മോർണിംഗ് കഴിച്ചിട്ടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് ലഞ്ചിൻ്റെ സമയമായി 10:30. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുളിച്ച് റെഡിയായി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു അടുത്ത 3 ദിവസം നല്ല സൂപ്പർ ബിസിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ആയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. ഓട്സ് പുഡിംഗ് പോലെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടും ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടും അത് കഴിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് ആതിരയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് സൺഡേ ഞാൻ പറഞ്ഞില്ലേ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് ഇന്ന് ലീവ് ആയതുകൊണ്ട് അവൾക്ക് ലീവ് കിട്ടുന്ന ദിവസമാണ് രാവിലെ മുതൽ, അല്ലെങ്കിൽ ഈവനിങ്ങിൽ 1 മണിക്കൂറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഗുരുനാനക് ജയന്തിയുണ്ട്, ഇവിടെ എല്ലാവർക്കും ലീവാണ്. സോ അവൾക്കും ലീവാണ്. അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി അവിടെ കൂടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുൾ ഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടീസ്, അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വിശേഷം. അപ്പോൾ ഈ ഒരു 3 ദിവസത്തെയും കൂടി കൂട്ടിക്കുഴച്ച് ഞാനൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ കുറേ സാധനങ്ങൾ, നമ്മുടെ കോസ്റ്റ്യൂമും നമ്മുടെ കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ടൊരു ഓട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഓരോ ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു നല്ല രസമുള്ള ഒരു വീഡിയോ ആവും എന്നുള്ളതുകൊണ്ട് നിങ്ങളെയും കൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ എന്ന് എനിക്കൊരാഗ്രഹം. എന്താ പറയുക, കോസ്റ്റ്യൂമായാലും ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണല്ലോ, അങ്ങനെ എപ്പോഴും കാണിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഞാൻ എന്തായാലും കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കണം. അതിന് മുന്നേ ഈ ഓട്സ് എന്ന് പറയിച്ചാലും ഇതെൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ പറഞ്ഞെന്ന റെസിപ്പിയാണ്. ഒട്ടും ഓട്സ് ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. വേറെ ഒന്നുമല്ല, ഓട്സ് വേണമെങ്കിൽ ഒന്ന് ഓട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും ഒന്ന് കുക്ക് ചെയ്യാം. അതിലേക്ക് കുറച്ച് സോയ മിൽക്ക് അല്ലെങ്കിൽ സാധാരണ പാല്, പിന്നെ ഫ്ലേവേർഡ് യോഗേർട്ട് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ടാണ് ഏറ്റവും നല്ല. ഗ്രീക്ക് യോഗേർട്ടാണെങ്കിൽ 1 ടീസ്പൂൺ ഹണി. ഇന്ന് ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ്, അത് അത്ര ടേസ്റ്റ് ഇല്ലാത്ത. അല്ലെങ്കിൽ ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നിറയെ പോമോഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ചിയാ സീഡും കൂടെ ഇട്ട് രാത്രി അങ്ങോട്ട് അടച്ച് വെക്കുക. എന്നിട്ട് രാവിലെ യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എന്നും അങ്ങനെ കഴിക്കണ്ട, പക്ഷേ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2-3 ദിവസം. പിന്നെ ഇന്നൊക്കെ എന്താ വെച്ചാൽ ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ മിക്കവാറും ഇതായിരിക്കും. കാരണം നമുക്ക് സമയമില്ല, നമ്മൾ ഓടണം എന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തെ ടൈം നമുക്ക് ലാഭിക്കാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കൂടെ 2-3 മുട്ടയും കൂടെ കഴിച്ചാൽ അടിപൊളി. ഞാൻ എന്തായാലും മുട്ടയൊന്നും കഴിക്കില്ല, എനിക്ക് മുട്ട ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ച് വർത്താനം പറയണത് എന്താ വെച്ചാൽ ധൃതി പിടിച്ച് പോകണം നമുക്ക്, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മിത്തുക്കുട്ടി ഉണ്ട്. കാരണം മിത്തുക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, ആതിരയുടെയും ഗ്രീഷ്മയുടെയും കുട്ടികളുണ്ട്. അപ്പോൾ മിത്തുവിന് അവിടെ കളിക്കാമല്ലോ. ഇതിപ്പോൾ എന്തായാലും ഇനി കുറേ ദിവസം ലീവാണ്. അപ്പോൾ എന്തായാലും കുറേ ദിവസം ലീവും കാര്യങ്ങളൊക്കെയാണ്. സോ മിത്തുവിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മിത്തുവിൻ്റെ ഒരു പാട്ടുമുണ്ട്. മിത്തു ഏതാ പാട്ട്? അങ്ങുവാന എന്താണ് ARMൻ്റെ പാട്ട്. അപ്പോൾ പോണ വഴിക്ക് എൻ്റെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, അപ്പോൾ അതേ എടുത്തു. കോസ്റ്റ്യൂം അതേ കിട്ടി. എൻ്റെ ആതിരയുടെയും കോസ്റ്റ്യൂം അതിലുണ്ട് കേട്ടോ. സോ അത് വാങ്ങിയിട്ടാണ് പോണത്. കാരണം അത് ഇന്ന് ഇട്ട് നോക്കണം, പാകാണോ പാകല്ലേ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ കൊടുക്കണം. കാരണം സമയമില്ലേ, നാളെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ മൈലാഞ്ചി ഇടണം, പിന്നെ എന്താ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ നമുക്ക്, സ്ലൈഡ്, വള, അതൊക്കെ ഇന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പ്രാക്ടീസ് ആക്കിയത്. ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈവനിങ്ങിന് ശേഷം നമുക്ക് ഈ ഒരു വക കാര്യങ്ങൾക്കൊക്കെ കറങ്ങാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആതിരയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇതേ ലഞ്ചൊക്കെ ഇന്ന് അവിടെയാണ്. ഓരോരുത്തരുടെ വീട്ടിലാകുമ്പോൾ അവരുടെ വീട്ടിലായിരിക്കും ലഞ്ച്. അപ്പോൾ നല്ല അടിപൊളി മോരുകറി, കിളിമീൻ, മോരുകറി ഇല്ല കേട്ടോ, ഇത് നമ്മുടെ പഴം പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയും. അത്, ചോറ്, പിന്നെ നല്ല കാന്താരി ചിക്കൻ കറി, അങ്ങനെ അതെല്ലാതും കൂടി ഇതാ മിത്തുക്കുട്ടിയും ദേവൊക്കെ ആദ്യം കഴിച്ചു കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ധാവണിയായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഓൾട്രേഷനും പിന്നെ ദുപ്പട്ടയൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഒരുപാട് ലേറ്റായിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെയൊക്കെ എൻ്റെ നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളൊരു അവക്കാഡോ മിൽക്ക് ഷേക്ക്. അപ്പോഴാണ് ഗ്രീഷ്മ പറഞ്ഞത് ഇത് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും മുടിയൊക്കെ കണ്ട, ഞങ്ങളൊക്കെ ഇങ്ങനെ രാത്രി ആകുമ്പോൾ ചപ്രൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ ഒന്ന് ചിരിച്ചതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അവക്കാഡോ മിൽക്ക് ഷേക്ക്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഡയറ്റിങ് എന്നൊക്കെ പേരാണെങ്കിലും അതുകൊണ്ട് എല്ലാവരും അവക്കാഡോ മിൽക്ക് ഷേക്ക് മതി എന്ന് പറഞ്ഞാൽ അത് പോയി ഫാറ്റോഷ് ഇവിടെ ഉള്ളതാട്ടോ. സൂപ്പറാണ്. അവിടെ മെയിൻ ഷവർമയാണ്. അവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഓർമ്മ, ഞങ്ങളാരും ത്രെഡ് പോലും ചെയ്തിട്ടില്ല, പ്രോഗ്രാം നാളെയാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം പോയിട്ട് ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് നമ്മുടെ താഴെ തന്നെയുള്ള തൽക്കാലം ത്രെഡിങ് മാത്രമാക്കി, ബാക്കിയുള്ളതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് ത്രെഡിങ്ങും ഇതൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ നൈറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ഇറങ്ങിയതാണെങ്കിലും ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടാവും.
അപ്പോഴാണ് ഇവിടെ മൈലാഞ്ചി അതും നിർബന്ധമാണല്ലോ ഈ ഒരു ഏരിയയിലുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് മുംബൈയിൽ ഒരുപാട് എല്ലാ സ്ട്രീറ്റിലും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ സെക്ടറിലും മൈലാഞ്ചി ഇടുന്ന ആൾക്കാരുണ്ട്. എല്ലാ സെക്ടറിലും എന്നും തിരക്കാണ്. കർവാ ചൗത്ത് അതുപോലുള്ള വിശേഷമുള്ള സമയത്തൊന്നും നോക്കണ്ട കേട്ടോ, തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. ഇത് പക്ഷേ എന്താ ഗുണം വെച്ചാൽ വളരെ പെട്ടെന്ന് ഷടപടേ എന്ന് പറഞ്ഞിട്ട് അവർ മൈലാഞ്ചി ഇട്ട് തീർക്കൂട്ടോ. അപ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് 2 കയ്യിലും കംപ്ലീറ്റ് ഇട്ടെന്നു. 500 രൂപയാണ് കേട്ടോ അകത്തും പുറത്തും ഇടാൻ അവർ പറയും. അപ്പോൾ സമയം രാത്രി 10 മണി. ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ പോയി കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടാക്കി മൈലാഞ്ചി ഇടാൻ പോയി. ഇനി നാളെ ഇതുപോലെ ഒരു പ്രാക്ടീസിനായിട്ട് ഇനിയൊരു കൂടൽ ഉണ്ട്. അപ്പോൾ അതാണ് പ്രാക്ടീസ് എന്നുള്ളൊരു പേരും പറഞ്ഞ് ഒരു കറക്റ്റ് എന്താ പറയുക ഒരു ഗെറ്റ് ടുഗെദർ, അതാണ് സംഭവം. അടിപൊളി മൈലാഞ്ചിയിൽ എത്ര പെട്ടെന്ന് 5 മിനിറ്റിൽ ഇട്ടെന്ന് കേട്ടോ, സൂപ്പർ. പൈസ ഉണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളി. രമേശേട്ടന് ഇഷ്ടമായോ? രമേശേട്ടൻ അടിപൊളിയായിട്ട് തരും, പക്ഷേ രമേശേട്ടന് ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഇവരാകുമ്പോൾ 5 മിനിറ്റിൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇട്ടത്. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്നാണ് ആ ദിവസം. അപ്പം കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും ആതിരയും ഗ്രീഷ്മയും ആതിരയും നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ റെഡി ആവണ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. റെഡി ആവണ വീഡിയോ ഒന്നും ഒരു കാലത്ത് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഹറിബറിയോ, പിന്നെ മക്കളുടെ പരിപാടിയും ഒക്കെ ഉണ്ട്. സോ ഇന്ന് നമ്മുടെ പ്രോഗ്രാമാണ്, ഓണം പ്രോഗ്രാം, ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെയാണ് കേട്ടോ, NSSൻ്റെ. അപ്പം ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. നമ്മളൊരു സ്വന്തം നമ്മൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് നമ്മൾ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു കോസ്റ്റ്യൂം ധാവണി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധാവണിയൊക്കെ റെഡിയാക്കി. ഇത് റെൻറ്റിനാണ് നമ്മൾ ധാവണി. ഇതൊക്കെ നമ്മുടെ കോസ്റ്റ്യൂം തന്നെ. പോൾ സെറ്റ് മൈലാഞ്ചിയൊക്കെ പോയിട്ടു. അങ്ങനെ മൊത്തത്തിൽ ഒരു ലുക്കായി. മൊത്തത്തിൽ ചെയ്തു വന്നപ്പോൾ മേക്കപ്പും എല്ലാം നമ്മൾ തന്നെ കൊറിയോഗ്രാഫി, മേക്കപ്പ്, എല്ലാ സംഭവങ്ങളും. സോ ചെയ്തു വന്നപ്പോൾ ഓക്കെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇനി കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കണം. എന്തായാലും ഒരുങ്ങിയിട്ടില്ലേ കാർക്കൂന്തൽ. അപ്പം ചെയ്തു വന്നപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നണം കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടോ. കാരണം കുറച്ച് സമയം വേണ്ട പരിപാടിയാണല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നും നമ്മുടെ മുഖവും ഏറ്റവും നന്നായി അറിയുന്നത് നമുക്ക് തന്നെയാണല്ലേ. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ഡാൻസ് ആയതുകൊണ്ട് ഓവർ മേക്കപ്പ് വേണ്ടെന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ധാവണി ഉടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ 3 പേരെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആക്ച്വലി ഞാൻ കല്യാണത്തിന് മുന്നേ പെണ്ണ് കാണാൻ വന്ന ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ സമയത്താണ് ഞാൻ ധാവണി ശരിക്കും പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം ഞാൻ ഉടുത്തിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നമുക്കൊരു തോന്നലല്ലേ നമ്മുടെ ഇത്രയൊക്കെ പ്രായമായി, ഇനിയിപ്പോൾ ധാവണിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. പക്ഷെ പിന്നെ നമുക്ക് എന്താ പറയുക, ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്താ പറയുക, നമുക്ക് പ്രായം, എനിക്കൊക്കെ തിരിച്ച് തോന്നിയിട്ടുള്ള കാര്യം, പ്രായം കൂടുന്നതോറും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും നമ്മൾ, ഭയങ്കര ഒരു എനർജി ആയിരിക്കും നമുക്ക് എന്ത് വേഷം ധരിക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ എന്നുള്ളൊരു തോന്നലല്ലേ നമ്മൾ വിചാരിച്ചു. എല്ലാ ഡ്രസ്സുകളും അങ്ങോട്ട് ഇടുക തന്നെ. ധാവണി നമുക്ക് അതിന് പറ്റിയ പാട്ടുകളാണ് ഞങ്ങൾ 3 പേരും സെലക്ട് ചെയ്ത്. ഈ ധാവണി റെൻറ്റിനാണ് കേട്ടോ, ഗ്രീഷ്മയുടെ മാത്രമേ അവൾ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളൊന്ന് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊരു ധാവണി എടുക്കുമെന്ന് വിചാരിച്ചു. ഇത് മക്കളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതെടുത്ത് കുറേ ഫോട്ടോസും കുറേ റീൽസും ഞങ്ങൾ മാക്സിമം ധാവണി അങ്ങോട്ട് മുതലാക്കി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും വടയൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ധാവണി പോലെ തന്നെ നമുക്ക് പറ്റാത്തതായിട്ട് നമ്മുടെ ലൈഫിലൊന്നുമില്ല അല്ലേ. നമ്മളങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നേ, അതങ്ങോട്ട് രണ്ടും കൽപ്പിച്ച്. പിന്നെ മെയിനായിട്ട് എല്ലാം നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. നമുക്ക് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. കാരണം അതിന് നാളേക്ക് നമ്മൾ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് മാറ്റി വെച്ച് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. സോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. സോ ഞങ്ങളിതാ ഏകദേശം എത്താറായിട്ടോ, എത്തി. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ജസ്റ്റ് പ്രോഗ്രാം തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്ക് സ്റ്റേജ് കാണാനാണല്ലോ ഏറ്റവും രസം. എനിക്ക് ഏറ്റവും ഇഷ്ടം ബാക്ക് സ്റ്റേജ് കാണാനാണ്. അപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രോഗ്രാംസ് തുടങ്ങി. ഒന്നും നിർഭാഗ്യവശാൽ പാട്ടിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ. ഇത് എടുത്ത് പറയേണ്ട ഒരു ഡാൻസായിരുന്നു. അമ്മൂമ്മമാരുടെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വയസ്സായവരുടെ ഇത്ര എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡാൻസ് അവർ ഇത്ര രസമായിട്ട് പഠിച്ചത് എന്താ പറയുക, പറയാൻ പറ്റില്ല. അത്രയും സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ.
അപ്പോൾ പിന്നെ നമ്മുടെ പ്രീതി വാര്യർ ഉണ്ടല്ലോ, ഐഡിയ സ്റ്റാർ സിംഗറിലെ നമ്മുടെയൊക്കെ ജനറേഷനിലെ എല്ലാവർക്കും അറിയുണ്ടാവും ഐഡിയ സ്റ്റാർ സിംഗറിലെ പ്രീതി വാര്യർ. അവർ വന്നിട്ടുണ്ടായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട്. അവർ മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ അടിപൊളി പാട്ടുകൾ, കുറേ അടിപൊളി പാട്ടുകൾ കേൾക്കാൻ പറ്റി. ഇത് കുഞ്ഞു മക്കളുടെ എന്ത് ക്യൂട്ട് ഡാൻസ് ആയിരുന്നു അറിയാം. എനിക്ക് ശരിക്കും ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ പാട്ടുകൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ മിത്തുക്കുട്ടി സാധാരണ ഡാൻസിനാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറ്. ഇപ്രാവശ്യം മിത്തുക്കുട്ടി ഡാൻസിന് പങ്കെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഫ്യൂഷൻ, തിരുവാതിര, അങ്ങനെ പ്രോഗ്രാംസിൻ്റെ ഒരു മേളമായിരുന്നു. പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതേ വരുന്നു ഞങ്ങളുടെ ഡാൻസ്. ഞങ്ങൾ 3 പാട്ടുകളായിരുന്നു. ഒന്ന് മിനുക്കി മിനുക്കി എന്നുള്ള പാട്ട്, പിന്നെ ഒന്ന് രാമായണക്കാറ്റ്, അത് കഴിഞ്ഞിട്ട് പാടാം വനമാലി. ഈ 3 പാട്ടാണ്. ഇത് ആക്ച്വലി രംശേട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മിത്തുക്കുട്ടിയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ക്ലാരിറ്റി വീഡിയോ അവരെടുത്തത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പക്ഷെ അതെപ്പോഴാണ് കിട്ടുക എന്നറിയില്ല. അതുകൊണ്ട് ഓഡിയൻസിൻ്റെ ഇടയിലായതുകൊണ്ട് അതൊന്നും ശരിക്കും കിട്ടിയില്ല. പിന്നെ കപ്പിൾ ഡാൻസ്, പിന്നെ മിത്തുക്കുട്ടി പാടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ARMലെ അങ്ങുവാനക്കോണിൽ എന്നുള്ള പാട്ട് മിത്തു അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടി. ആക്ച്വലി മിത്തു മലയാളം പാട്ടുകൾ അങ്ങനെ പാടാറില്ല, എപ്പോഴും ഹിന്ദി പാട്ടാണ് പാടുക. ഫസ്റ്റ് ടൈമാണ് മലയാളം പാട്ട് സ്റ്റേജിൽ പാടുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ലിറിക്സ് പ്രശ്നങ്ങൾ മിത്തുവിനെ കുറച്ചുണ്ട്. മലയാളം അത്ര കംഫർട്ടല്ല, പക്ഷേ എന്നാലും നന്നായിട്ട് തന്നെ പാടിയെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനായിരുന്നു മിത്തുക്കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, പ്രോഗ്രാംസ് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ഈവനിങ്ങിൽ ഒരു 4:30-5 മണി വരയ്ക്കുള്ള പ്രോഗ്രാംസ്, അത്രയും നേരം. കാരണം തുടങ്ങാൻ തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സദ്യയുടെ അവിടെ ഒരു സ്ക്രീനിങ് അവർ വെച്ചതൊരു വലിയ നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഭക്ഷണം കഴിക്കുന്നവർക്കും അതേ ഒരു ഇതിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മേലെ ഒന്നും കാണില്ലല്ലോ താഴെ. അപ്പോൾ ആ ഒരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കഴിച്ചും കൊണ്ടും ഇരുന്ന് കാണാം. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലേറ്റായി. അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നത്. സദ്യയാണല്ലോ പിന്നെ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. പരിപ്പ് കൂട്ടി, നെയ്യ് കൂട്ടി, സാമ്പാറൊക്കെ കൂട്ടി അടിച്ച് മിന്നിച്ചു. ഇല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സദ്യ എത്ര ഇഷ്ടമാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് പരിപ്രഥമനും ഉണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു. പരിപ്രഥമൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പാലട എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ മിത്തുവിനും അതെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പ്രോഗ്രാം. പിന്നെ അധികം പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, 1-2 പ്രോഗ്രാംസൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഒരു മൊമെൻറ്റോ കിട്ടും, ഒരു അപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ രംശേട്ടൻ പോയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഊണയിച്ചുടനെ പോയി. പിന്നെ ഞാനാണ് കാറ് ഡ്രൈവ് ചെയ്തിട്ടൊക്കെ വന്നത്. പക്ഷേ ഞാൻ ഒന്നും തന്നെ വീഡിയോ എടുത്തില്ല, കംപ്ലീറ്റ് ടയേർഡായി. എന്നിട്ടും 1-2 റീൽസും കൂടെ എടുക്കാൻ അഹങ്കാരം നോക്കിയൊക്കെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പോയേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും അതുപോലെ കിടക്കുന്നുണ്ട്. ഡാൻസിൻ്റെ കോസ്റ്റ്യൂമും ഈ ഒരു ഡ്രസ്സും കൂടെ ഇനി അഴിക്കാനുള്ളൂ. ബാക്കി എല്ലാതും അഴിച്ചത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടയേർഡായി. ഒരു 2-3 ഡേയ്സ് അല്ല, ഞങ്ങളൊരു പ്രാക്ടീസ് തുടങ്ങിയിട്ടൊരു 2 വീക്സ് ആയി. പക്ഷെ ഒരു 2-3 ഡേയ്സ് ആയിട്ടുള്ള ഓട്ടത്തിൽ ഇതേ മൈലാഞ്ചിയും സംഭവങ്ങളൊക്കെ മുതലുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് രാവിലെ എല്ലാവരും ഇവിടെ കേട്ടോ മേക്കപ്പിന് വന്നത്. അതിനും ഗ്രീഷ്മയും കുട്ടികളൊക്കെ ഇവിടെ മേക്കപ്പിന്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണി മുതൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് എല്ലാവരും മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് എല്ലാവരും പെട്ടിയും പാണ്ടൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ രംശേട്ടനൊക്കെ കുറച്ച് കഴിയുമ്പോൾ നേരത്തെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് എല്ലാവരും റെസ്റ്റ് ചെയ്ത് വർത്താനം പറഞ്ഞ് നല്ല ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇപ്പോൾ പോയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ സ്കൂളുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേറൊരു പ്രോഗ്രാമും കാര്യം. എനിക്കല്ല, ഞാൻ എല്ലാ പ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളും. അപ്പോൾ അതിൽ ഇപ്രാവശ്യം ഞാനില്ല, മിത്തുക്കുട്ടിയുടെ സോളോ 1-2 പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിത്തുവിൻ്റെ പാട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മളൊരു സ്വന്തമായി കൊറിയോഗ്രാഫി ചെയ്തിട്ട് നമ്മളൊരു ഡാൻസ് സ്റ്റേജിൽ കയറുന്നത്. മറ്റേ നമ്മൾ ആരെങ്കിലുമൊക്കെ പഠിച്ചിട്ടായിരിക്കും കയറുക. അപ്പോൾ അതൊരു സ്വന്തമായിട്ട് ചെയ്ത ഒരു കൊറിയോഗ്രാഫിയുടെ ഒരു സന്തോഷം, സ്വന്തമായിട്ടാണ് മേക്കപ്പ് എല്ലാം സ്വന്തമായിട്ടാണ് ഇപ്രാവശ്യം കയറിയത്. എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക, പിന്നെ 3 പേര് 3 പ്രൊഫഷണലുള്ളവരെ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതൊക്കെ മാനേജ് ചെയ്തതിനേക്കാളൊക്കെ ഉപരി ഇതൊരു സ്ട്രെസ്സായിട്ടല്ല, ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം 3 പേരുടെ വീട്ടിലായിരുന്നു. ഓരോ ദിവസങ്ങളിലായിട്ട് ഞങ്ങളുടെ വീടുകളിൽ മാറിയിട്ട് രാവിലെ മുതൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാവിലെ മുതൽ ഇവിടെ കുറേ ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഭക്ഷണവും ഒക്കെ അങ്ങനെ ഓരോ വീട്ടിലായിട്ട് രാവിലെ മുതൽ പേരിന് ഒരു ഡാൻസ് ഒരു 4-5 പ്രാവശ്യം കളിക്കും, ബാക്കി കംപ്ലീറ്റ് ഇരുന്ന് വർത്താനം പറയാം. അതാ മിത്തു പെരുന്ന് പറയുന്നുണ്ടായിരുന്നു. മിത്തുകൂടി ക്ഷീണിച്ച് ഉറങ്ങിയിട്ട് മിത്തു പറയുന്നുണ്ടായിരുന്നു
നാളെ മുതൽ എന്താ ചെയ്യുക ഈ സമയമാകുമ്പോൾ? നിങ്ങൾക്ക് ഡാൻസിന് പോകാൻ തോന്നില്ലേ? പ്രാക്ടീസിന് പോകാൻ തോന്നില്ലേ? അതൊരു സത്യമാണ്. ചെയ്യുമ്പോൾ ഭയങ്കര തിരക്കായിട്ടും ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വിഷമം. നാളെ മുതൽ ഇനിയിപ്പോൾ ഈ 3 പേരും ഭയങ്കര ഫ്രണ്ട്സ് ആണെങ്കിലും 3 പേരും 3 പേരെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങളങ്ങനെ എന്നും മീറ്റ് ചെയ്യണം അങ്ങനെയൊന്നും പറ്റാറില്ല. ഇതുപോലെ ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ മീറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ മീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. എല്ലാവരും അവരുടേതായ ജോലിയിൽ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനത്തെ സന്ദർഭമൊക്കെ വരുമ്പോഴാണല്ലോ നമുക്കൊരു രസം തോന്നുന്നല്ലേ. അപ്പോൾ അതാണ്. ഇനി ഇതൊക്കെ എടുത്തുവെച്ച് ഒന്ന് കിടക്കണം. നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്.